മദ്യം നിർമ്മിക്കുന്നതിന് CPI എതിരല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കരുത് എന്നായിരുന്നു CPIയുടെ ആവശ്യം. അത് LDF അംഗീകരിച്ചു. CPIയെ കുറിച്ച് മറ്റുള്ളവർക്ക് ഇത്ര ഉത്കണ്ഠ വേണ്ട എന്നും ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയാണ്. ബ്രൂവറി LDF നയം തന്നെയാണ്. ചോദ്യം അത് കുടിവെള്ളത്തെയോ കൃഷിയോ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു. അത് ബാധിക്കില്ല എന്നുള്ള ഉറപ്പ് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ട്. ഇതൊന്നും കാണാൻ കൂട്ടാക്കാത്ത പ്രതിപക്ഷത്തിനെയും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന മാധ്യമങ്ങളെയും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. LDF ആയി തന്നെ മുന്നോട്ട് പോകും. രമേശ് ചെന്നിത്തലയ്ക്കും ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഉണ്ടായിരുന്നു. രമേശ് മാന്തിയാൽ അതിൽ കയറി കൊത്താൻ തന്നെ കിട്ടില്ല. അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിൽ പ്രകോപിതനാകാൻ എന്നെ കിട്ടില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയാണ്. ഒരുമിച്ച് നേതാക്കൾക്ക് വേദി പങ്കിടാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. ചെന്നിത്തല ബിനോയ് വിശ്വത്തിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ബിനോയ് വിശ്വം പറയുന്നതൊന്നും നിങ്ങൾ കണക്കിലെടുക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ആളാണ് ഈ ബിനോയ് വിശ്വം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞിട്ട് CPIയുടെ MN സ്മാരകത്ത് വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ വാ മുഖ്യമന്ത്രി അടപ്പിച്ചു. അതിനുശേഷം വാ തുറന്നിട്ടില്ല. അതുകൊണ്ട് ബിനോയ് വിശ്വത്തിന്റെ വാക്കിനൊന്നും ഒരു വിലയും ആരും കൽപ്പിക്കുന്നില്ല. പഴയ കാലത്തായിരുന്നു CPI. ഇപ്പോഴത്തെ പാർട്ടിക്ക് ആർജവമോ തന്റെ ഇടമോ ഇല്ല എന്നും ബിനോയ് വിശ്വത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്നും ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം കർണാടകത്തിലെ ബ്രൂവറിയുടെ ഉൽപാദന ശേഷി കൂട്ടാൻ ഡെൻമാർക്ക് കമ്പനിയുടെ ഇന്ത്യൻ അനുബന്ധ സ്ഥാപനം കാൾസ്ബർഗ് ഇന്ത്യ 350 കോടി രൂപ മുതൽ മുടക്കും. മൈസൂരുവിലെ നഞ്ചൻകുട്ടിലെ 28 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ബ്രൂവറി വികസിപ്പിക്കാൻ കർണാടക സർക്കാരുമായി കാൾസ്ബർഗ് ഇന്ത്യ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുകയാണ്. ബിയർ ഉൽപ്പാദിപ്പിച്ച് ബോട്ടിലിൽ നിറച്ചു നൽകാനാണ് പദ്ധതി. കേരളത്തിൽ സ്വകാര്യ ബ്രൂവറി സ്ഥാപിക്കുന്നതിനെതിരെ കോൺഗ്രസ് കോലാഹലം ഉയർത്തുമ്പോൾ തന്നെയാണ് കർണാടകത്തിൽ സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനികൾക്ക് അവിടത്തെ കോൺഗ്രസ് സർക്കാർ ചുവപ്പ് പരവതാനി വിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ ആവശ്യം നിറവേറ്റാനും തൊഴിലവസരം സൃഷ്ടിക്കാനുമാണ് നിക്ഷേപം നടത്തുന്നത് എന്ന് കാൾസ്ബർഗ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ നിലേഷ് പട്ടേൽ പറഞ്ഞിരുന്നു.